ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അമൃതം പൊടി കൊണ്ട് പെട്ടെന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അത് വട്ടയപ്പം ഉണ്ടാക്കാം. ഞാനൊരു പാക്കറ്റ് പൊടിയെടുത്ത് അതിൽ പകുതിയാണ് എടുക്കുന്നത്. പകുതിയെന്ന് പറയുമ്പോൾ ഏകദേശം 250 ഗ്രാം പൊടിയാണ് ഇത്. ഇതിനകത്തേക്ക് ഇനി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണ് തേങ്ങ ചിരകിയതും, 1 സ്പൂൺ ജീരകം, ഇനി ഒരു 2 ഏലക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ അരി മാത്രം എടുത്തത്, ഒരു 1/2 സ്പൂൺ ഈസ്റ്റ്. ഇത്രയും ചേർത്താണ് അരയ്ക്കുന്നത്. ഇത് വെണ്ണ പോലെയൊന്നും അരയ്ക്കേണ്ട, ഒരുവിധം ഒന്ന് അരച്ചെടുത്താൽ മതി. ഞാൻ ആ പൊടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അമൃതം പൊടിക്ക് മധുരം ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയോ ശർക്കരയോ അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചേർക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് കെട്ടാതെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും ചോറും കൂടി അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആ തേങ്ങയും ചോറും എല്ലാം നന്നായിട്ട് അതിനകത്ത് ഒന്നാകുന്നവരെ ഇനി ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി നമ്മൾ അപ്പത്തിനൊക്കെ അരച്ച് വെക്കുന്ന പുളിമാവുണ്ടല്ല, അപ്പത്തിൻ്റെ മാവ് പുളിച്ചതിന് ശേഷം അത് 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ടും പുളിച്ച് നമ്മുടെ മാവ് പൊന്തി വരും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, ശരി തന്നെ, ചോറ് ചേർത്തിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയും കൂടെ ഇട്ട് നമ്മൾ ഇത് പുളിക്കാൻ വെക്കുകയാണെങ്കിൽ നല്ല പോലെ പൊങ്ങി വരും. ഒരു 2 മണിക്കൂർ ഇതൊന്ന് പൊന്തി വരാനായിട്ട് വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നോക്കാം. നന്നായിട്ടും അത് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ തവി കൊണ്ട് ഇളക്കുമ്പോൾ അറിയാമല്ലോ. ഇനി ഇതൊരു പാത്രത്തിലൊഴിച്ച് നമുക്ക് വയ്ക്കാം. അതിന് ഞാൻ ഇതിനകത്ത് എണ്ണയോ ബട്ടറോ എന്ത് വേണേലും തൂത്ത് വയ്ക്കാം. ഞാൻ ഇത്തിരി എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രത്തിൽ നിന്നൊന്ന് വിട്ടു പോരുന്നതിനാണ് നമ്മളിങ്ങനെ എണ്ണ തൂത്ത് വയ്ക്കാറുള്ളത്. മേളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ഇത് വെള്ളം ഞാൻ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് വെച്ച മാവ് വെച്ച് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേനിത് വെന്ത് കിട്ടും. നോക്കാം, 1/2 മണിക്കൂറിന് ശേഷം തുറന്നപ്പം കണ്ടോ, നല്ല ഭംഗിയായിട്ട് അരപ്പാത്രമാണ് നമ്മൾ മാവ് ഒഴിച്ചത്. പക്ഷേ ഇപ്പം പൊന്തി വന്ന് കണ്ടോ, പാത്രം നിറഞ്ഞ് കവിയാറായിട്ടുണ്ട്. അത് നമുക്ക് വെന്തോന്നൊക്കെ ഒരു കമ്പ് കൊണ്ട് നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാമല്ലോ. അതിന് ശേഷം ഞാനത് വാങ്ങി വെച്ച് ഇത് തണുത്തതിന് ശേഷം, തണുക്കാതെ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. കണ്ടോ, നല്ല കേക്ക് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട്. നമ്മൾ ആ ചോറും ഇതുമൊക്കെ ചേർത്തുകൊണ്ടാണ് അങ്ങനെ. ഒന്ന് മുറിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നറിയാം ഇതിൻ്റെ അകം. നല്ല ടേസ്റ്റാണ് അമൃതം പൊടി കൊണ്ട് വട്ടയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ. പെട്ടെന്ന് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് 4 മണിക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ അകമൊക്കെ നല്ല എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അടിപൊളി വട്ടയപ്പം അല്ലേ, ഒരു 4 മണി പലഹാരം. പെട്ടെന്ന് ഉച്ച കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് 4 മണിക്ക് ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു പലഹാരമാണ് ഇത്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ആയില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.